ഇനി നിനക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു നെറ്റി. ബിന്ദു പുറത്തേക്ക് ഇറങ്ങിപ്പോയതും വാതിലടച്ച് കുറ്റിയിട്ടിട്ട് വന്ന ദീപു പരുങ്ങലോടെ നിന്ന നിത്യയോട് പറഞ്ഞു. അത് ആ കാശ് അമ്മ തന്നതാണ് ദീപു ഏട്ടാ. അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ വിറയലോടെ നിത്യ പറഞ്ഞു. നിന്റെ അമ്മ ഇപ്പോഴും ആ മുരളിയുടെ ഭാര്യ നളിനി തന്നെ അല്ലേ നിത്യേ? ഇപ്പോഴും മോളുടെ കയ്യിൽ നിന്ന് എന്ത് വാങ്ങിച്ചെടുക്കാം എന്ന ചിന്തയിൽ ജീവിക്കുന്ന അവർ നിനക്ക് 1,00,000 രൂപയും ഈ വള എൻ്റെ പേരിൽ മാറ്റി വാങ്ങി തരികയും ചെയ്തു എന്ന് നീ പറയുന്നത് ഞാൻ വിശ്വസിക്കണമല്ലേ? ചുവരിൽ ചാരി നിന്നവൾക്ക് ഇരുവശവും കൈകുത്തി നിന്നുകൊണ്ട് കൽപ്പിച്ച മുഖത്തോടെ തിരുക്കി. അല്ല ദീപുവേട്ടാ, ഞാനൊന്ന് പറയട്ടെ. അമ്മയ്ക്കൊരു ചിട്ടി കിട്ടി. ആകാശ് അമ്മ എനിക്ക് കടമായിട്ട് തന്നതാണ്. ഇതെങ്കിലും അവൻ വിശ്വസിക്കണേ എന്നൊരു പ്രാർത്ഥനയോടെ നിത്യ പറഞ്ഞു. എടി, അന്നന്ന് വീട്ടിലെ ചിലവ് കൂട്ടിമുട്ടിക്കാൻ ഓടുന്ന നിന്റെ അമ്മ ചിട്ടി കിട്ടി നിനക്ക് തന്നു. അപ്പോൾ നമ്മുടെ കല്യാണത്തിന് നിന്റെ വീടിൻ്റെ പ്രമാണം വെച്ച് സഹകരണ ബാങ്കിൽ നിന്ന് എടുത്ത ലോണ് അടവ് മുടങ്ങിയിട്ട് വീട് ജപ്തിയാലും കുഴപ്പമില്ല എന്ന് കരുതി നിന്റെ അമ്മ നിനക്ക് പണം കടം തന്നു അല്ലേടി? മുഖത്ത് നോക്കി കള്ളം പറയുന്നുടി. നിത്യയുടെ കവളി കുത്തിപ്പിടിച്ചുകൊണ്ട് ദീപു ദേഷ്യത്തിൽ ചോദിച്ചു. വീട് ദീപുവേട്ടാ, എനിക്ക് വേദനിക്കുന്നു. കവളിൽ അമർന്നു ഞെരുങ്ങുന്ന വിരലുകൾ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് നിത്യ പറഞ്ഞു. വേദന കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. വീടാം, നീ സത്യം പറയും. അമ്മ പറഞ്ഞ കണക്ക് പ്രകാരം ഏകദേശം 1,50,000 രൂപ നിന്റെ കയ്യിലെത്തി. എവിടുന്ന് എങ്ങനെ കിട്ടി? വേഗം പറയും, ഇല്ലെങ്കിൽ അറിയാലോ നിനക്കെന്നെ. നിത്യ ഇതുവരെ കാണാത്തത്ര ക്രൂരത ദീപുവിൻ്റെ മുഖത്തും ശബ്ദത്തിലും നിറഞ്ഞു നിന്നത് നിത്യ വല്ലാതെ ഭയപ്പെടുത്തി. പറഞ്ഞു തൊളിക്കടി. ചിന്തിച്ചു നിന്നവളുടെ കവിളിലൊന്ന് കൊടുത്തുകൊണ്ട് ദീപു അലറി. തല്ലല്ലേ ദീപുവേട്ടാ, ഞാൻ പറയാം. ചുണ്ടും കവിളിൻ്റെ ഉത്ഭവമൊക്കെ മുറിഞ്ഞു വന്ന അറിവിൽ വിറച്ചുകൊണ്ട് കരഞ്ഞു പറഞ്ഞു നിത്യ. പറയ്. അവളുടെ മുടിക്കുത്തിൽ പിടിച്ചൊന്ന് ഒലിച്ചു വിട്ടുകൊണ്ട് അവൻ ബെഡിലിരുന്നു. അത് ആ കാശ്. നിത്യ പേടിയോടെ അവനെയും തൊട്ടിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞിനെയും നോക്കി. ഇവിടെ വാടി. കുഞ്ഞുറങ്ങുന്നത് ഓർത്ത് ദീപു നിത്യയെ കൈ പിടിച്ച് വലിച്ച് ഹാളിൽ കൊണ്ടുപോയി സെറ്റിയിലേക്ക് തള്ളിയിട്ടു. ആ പണം നിനക്ക് എവിടുന്ന് കിട്ടി എന്ന സത്യം പറ. ഇനി നിനക്ക് ഒരു നിമിഷം പോലും കൂടുതൽ തരില്ല. നിത്യ വേഗം പറഞ്ഞു. ദീപു കയ്യിലിരുന്ന് സിഗരറ്റ് കത്തിച്ചുകൊണ്ട് പറഞ്ഞു. ആ പണം അതാ ഡാലിയ അവൾ തന്നതാണ്. ഇരുകൈ കൊണ്ടും മുഖം പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് നിത്യ പറഞ്ഞു. ഡാലിയയോ? എന്തിന്? ഞെട്ടലോടെ ദീപു അവളുടെ മുഖത്തിൽ നിന്ന് കൈപിടിച്ച് മാറ്റിയിട്ട് ചോദിച്ചു. അത് അല്ലി, അവളെ ഇവിടെ നിന്ന് ദൂരെ എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിടാൻ വേണ്ടി. വിനുവിൻ്റെയും അവളുടെയും ജീവിതത്തിൽ അല്ലി ഒരു കല്ലുകടിയാകാതെ ഇരിക്കാൻ. കൂടുതൽ പറയാതെ നിർത്തിയിട്ട് നിത്യ അവനെ നോക്കി. ദീപു അവൾ പറഞ്ഞത് കേൾക്കെ ഒരു നിമിഷം തറഞ്ഞു നിന്നുപോയി. കള്ളം പറഞ്ഞു പറ്റിക്കാൻ നോക്കുന്നോടി. വീണ്ടും അടിക്കാൻ കൈ ഓങ്ങി ദീപു. ഇനി എന്നെ ഒന്നും ചെയ്യല്ലേ. ഞാൻ പറഞ്ഞത് സത്യമാണ് ദീപുവേട്ടാ. അല്ലിയെ ദ്രോഹിക്കാൻ വേണ്ടി ഡാലി തന്നതാണ് ആ പണം. നിത്യ അവൻ്റെ കാലിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. നാളെ ഉച്ചയ്ക്ക് ഞാൻ ആ വിനോദിനോട് അവളുമായിട്ട് സുഭാഷ് പാർക്കിൽ വരാൻ പറയും. അവിടെ വെച്ച് അവൻ്റെ മുന്നിൽ വെച്ച് അവൾ എന്തിനാണ് പണം തന്നത് എന്ന് തുറന്നു പറഞ്ഞ് തന്ന പണം തിരികെ കൊടുക്കണം. അതിനു വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നീ ചെയ്തിരിക്കണം. നീ ചെയ്യിക്കും ഞാൻ. ദീപു കസാരയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. ആ പണം എന്തിനാ ദീപുവേട്ടാ തിരികെ കൊടുക്കുന്നേ? ഇപ്പോൾ അല്ലിയുടെ വിവാഹം കഴിഞ്ഞല്ലോ. അവൾക്ക് നല്ലൊരു ജീവിതവും കിട്ടി. പിന്നെ ഡാലിയ പണം തിരികെ ചോദിച്ചിട്ടുമില്ല. എനിക്ക് നിന്നോട് കൂടുതൽ പറയാനൊന്നുമില്ല. പറയുന്നത് അനുസരിച്ചാൽ മതി. നാളെ ഉച്ചയ്ക്ക് ആ പണം റെഡിയായിരിക്കണം. ഇല്ലെങ്കിൽ നിത്യയ്ക്ക് നേരെ ചൂണ്ടുവിരലൊന്ന് വിറപ്പിച്ച് കണ്ണു തുറപ്പിച്ചു പറഞ്ഞിട്ട് ദീപു വാതിൽ വലിച്ചു തുറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആൽഫിച്ച, നേരം ഒരുപാടായല്ലോ. കഴിക്കുന്നില്ലേ? വിശപ്പായില്ലേ? ഉച്ചയോടെ സെലിൻ തറവാട്ടിലേക്ക് പോയതുകൊണ്ട് അവനിത്തിരി വിഷമത്തിലാണെന്ന് അറിയാമെങ്കിലും രാത്രിയായിട്ടും അവൻ്റെ മുഖം തെളിയാത്തത് കൊണ്ട് അല്ലി അത് ഭാവിക്കാതെ തിരക്കി. എനിക്ക് വിശപ്പ് തോന്നുന്നില്ല. ഇമ പോയി കഴിച്ചോ. വാടിയ മുഖത്തോടെ ആൽഫി പറഞ്ഞു. ആൻറ്റി പോയതിലുള്ള സങ്കടം പട്ടിണി കിടന്നാൽ മാറുമോ ആൽഫിച്ച? വൈകിട്ട് ചായ പോലും കുടിച്ചിട്ടില്ല. അല്ലി അവൻ്റെ അരികിൽ ബെഡിൻ്റെ ഓരത്തിരുന്നു കൊണ്ട് പറഞ്ഞു. ആൻറ്റി പോയത് കൊണ്ടൊന്നുമല്ല ഞാൻ കഴിക്കാതെ ഇരിക്കുന്നേ. എനിക്ക് വിശക്കാഞ്ഞിട്ടാണ്. അല്ലി അങ്ങനെ ചോദിച്ചതിൻ്റെ ചമ്മലിൽ ആൽഫി പറഞ്ഞു. അതെന്താ വിശക്കാഞ്ഞേ? ഉച്ചയ്ക്ക് ഇത്തിരി ചോറ് കഴിച്ചതല്ലേ ഉള്ളൂ. കുട്ടികളെപ്പോലെയുള്ള അവൻ്റെ ഭാവം കാണി അല്ലിക്ക് അവനോട് വാത്സല്യം തോന്നിപ്പോയി. ആൽഫി അവളുടെ ചോദ്യത്തിന് മറുപടി പറയാതെ നനവുറിയ മിഴികളോടെ അവളെ ഒന്ന് നോക്കി. ആൽഫിച്ച, അവൻ്റെ നിറഞ്ഞ കണ്ണുകളും ചുവന്ന മുഖവും കാണി അല്ലി വേവലാതിയോടെ വിളിച്ചു. ഒന്നുമില്ല ഇമ്മ. ആൻറ്റി തറവാട്ടിലേക്ക് പോയപ്പോൾ എന്തോ ഇതുവരെ ഇല്ലാത്തൊരു വിഷമം. ആൽഫി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു.
ആൽഫിച്ചന് ആൻറ്റിക്കൊപ്പം കുറച്ച് ദിവസം തറവാട്ടിൽ പോയി നിന്നൂടെ? അല്ലി മടിച്ചാണെങ്കിലും ചോദിച്ചു. അവിടേക്ക് ഞാൻ പോയിട്ട് 10-14 വർഷം ആയെൻ്റെ കൊച്ചേ, ആൽഫി മെല്ലെ പറഞ്ഞു. അതെന്താ പോവാഞ്ഞേ? അവിടെ വല്യപ്പച്ചനും വല്യമ്മച്ചയും ഒക്കെ ഉള്ളതല്ലേ? അവരെയൊക്കെ കാണാം, അവർക്കൊപ്പം കുറച്ച് ദിവസം താമസിക്കാം. അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ? അല്ലി ആലോചനയോടെ തിരക്കി. അവർ മാത്രമല്ല, എൻ്റെ പപ്പയുണ്ട്. പപ്പയുടെ ഭാര്യയും മക്കളുമുണ്ട്. ആൽഫി ഹെഡ് റെസ്റ്റിലേക്ക് ചാരിയിരുന്നുകൊണ്ട് പറഞ്ഞു. അതിനിപ്പോൾ എന്താ? ആൽഫിച്ചൻ്റെ പപ്പയും സഹോദരങ്ങളുമല്ലേ? അല്ലി അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നുകൊണ്ട് തിരക്കി. അതൊന്നും ശരിയാവില്ല എൻ്റെ ഇമ്മക്കൊച്ചെ. കണ്ണുകൾ അടച്ച് ചാരിയിരുന്നു കൊണ്ട് ആൽഫി പറഞ്ഞു. ശരി, ആൽഫിച്ചൻ പോകണ്ട. പക്ഷേ ആഹാരം കഴിക്കാൻ വന്നേ. എനിക്ക് വിശക്കുന്നുണ്ട്. ആൽഫിച്ചൻ കഴിച്ചാൽ മാത്രമേ ഞാനും കഴിക്കൂ. കൂടുതൽ ചോദിച്ച് അവനെ ബുദ്ധിമുട്ടിപ്പിക്കാതെ അല്ലി പറഞ്ഞു. ഈ സമയത്ത് വിശന്നിരിക്കാൻ പാടില്ല എന്ന് അറിയില്ലേ ഇമ്മ? എഴുന്നേറ്റ് വാ, കഴിക്കാം. അവൾക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ നിമിഷം അവൻ ബെഡിൽ നിന്ന് ഇറങ്ങി അവളുടെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ നേരത്തെ വിളിച്ചതല്ലേ? അപ്പോഴൊന്നും ആൽഫിച്ചൻ വന്നില്ലല്ലോ. അതുകൊണ്ടല്ലേ എനിക്ക് വിശന്നത്? അല്ലി അവനൊപ്പം താഴേക്കിറങ്ങുമ്പോൾ കുറുമ്പോടെ ചോദിച്ചു. നീ വിശന്നിരുന്നാൽ ഭാവിക്കും വിശക്കും. ഇമീൻ ഇത് ആവർത്തിക്കരുത് കേട്ടോ. സ്നേഹത്തോടെ ആൽഫി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആ ചേർത്ത് പിടിക്കലിൽ പെണ്ണൊന്ന് വിറച്ചതറിയെ അവൻ്റെ ഹൃദയത്തിൽ പ്രണയം നിറഞ്ഞു. അവനുള്ളം ആർദ്രമായി. ക്രമം തെറ്റിയുള്ള നെഞ്ചെടുപ്പ് അടക്കാൻ അവളുടെ മുഖം ഇടനെഞ്ച് ചേർത്ത് ഒതുക്കി പിടിക്കാൻ മോഹം തോന്നി അവന്. ഹൃദയം ആർത്തി വിളിച്ചു. ഈമ. സേലിൻ്റെ ഇല്ലായ്മ ആൽഫിയെയും അതിനൊപ്പം തന്നെ അല്ലിയെയും വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു. രാത്രി സെലിനെ വിളിച്ച് ഒരുപാട് നേരം ഇരുവരും കൂടെ സംസാരിച്ചിരുന്നു. ഉറങ്ങണ്ടേ ഈമ? നേരം ഒരുപാടായി. ഉറക്കം കളയാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കിക്കേ. സെലിനോട് സംസാരിച്ചു കഴിഞ്ഞതും ഫോണും കയ്യിൽ പിടിച്ചിരുന്നവളോട് ആൽഫി പറഞ്ഞു. ഞാൻ കിടക്കാൻ പോവാണ് ആൽഫിച്ച. ഫോൺ മാറ്റിവെച്ചിട്ട് അവൾ ബെഡിൻ്റെ അറ്റത്തേക്ക് ചാഞ്ഞ് ചുവരിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു കിടന്ന് കണ്ണുകൾ അടച്ചു. അടുത്തു തന്നെ ആൽഫി കിടന്നു അറിഞ്ഞെങ്കിലും അല്ലി കണ്ണുകൾ തുറന്നതേയില്ല. ഈമ. ആൽഫി അവൾക്ക് നേരെ തിരിഞ്ഞു കിടന്നുകൊണ്ട് വിളിച്ചു. അങ്ങനെ തന്നെ കിടന്നുകൊണ്ട് അവൾ മൂളി. എടാ, പതിയെ ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്കാമോ? ആൽഫി മടിച്ച് ചോദിച്ചു. എന്താ ആൽഫിച്ച? പെണ്ണ് അവിടെ തന്നെ കിടന്ന് മുഖം മാത്രം തിരിച്ചുകൊണ്ട് തിരക്കി. ആൻറ്റിക്ക് അവിടെ സന്തോഷമാണെന്ന് തോന്നുന്നുവല്ലേ ഇമ? ആൽഫി അവൾക്കടുത്തേക്ക് നീങ്ങിക്കിടന്നുകൊണ്ട് തിരക്കി. സെലിൻ്റെ ശബ്ദത്തിൽ സന്തോഷം ഓർത്തെടുത്തുകൊണ്ട് അവൾ അതിനൊന്ന് മൂളി. ഞാൻ ഒറ്റയ്ക്കാവാതിരിക്കാൻ സ്വന്തം ജീവിതം പോലും വേണ്ടെന്ന് വെച്ച ആളാണ് എൻ്റെ ആൻറ്റി. ഞാൻ ആൻറ്റിയെ സ്നേഹിക്കുന്നില്ല എന്ന് ആൻറ്റിക്ക് തോന്നിയിട്ടുണ്ടാവോ ഇമ്മ? അതുകൊണ്ടാവുമോ ആൻറ്റി പോയത്? ആൻറ്റി എന്ന് ഞാൻ വിളിക്കുന്നു എന്നേ ഉള്ളൂ. മനസ്സിൽ എൻ്റെ അമ്മ തന്നെയാണ്. പറയുമ്പോൾ അവൻ്റെ തൊണ്ടയിടറി. ആൽഫിച്ച. കണ്ണുകൾ അടച്ച് ചിന്തയിൽ മുഴുകിക്കിടക്കുന്നവനെ മെല്ലെ വിളിച്ചു അല്ലി. എന്താ ഇമ്മ? വെള്ളം വേണോ? അടുത്ത് എഴുന്നേറ്റിരിക്കുന്നവളെ കണ്ട് വീട്ടിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ആൽഫി തിരക്കി. ഏയ്, എനിക്കൊന്നും വേണ്ട, അല്ലി പറഞ്ഞു. പിന്നെന്താ പറ്റിയേ? എന്തേലും അസ്വസ്ഥത ഉണ്ടോ ഇമ? ആൽഫി അവളുടെ വയറിൽ നോക്കിയാണ് ചോദിച്ചത്. ആൻറ്റി പോയത് അവരുടെ അമ്മയ്ക്കും അപ്പനും ഒപ്പം കുറച്ചു ദിവസം നിൽക്കാനല്ലേ? ആൻറ്റിക്കും അവർക്കും ഒരുപോലെ ആഗ്രഹം കാണില്ലേ ആൽഫിച്ച? വിഷമിക്കാതെ. ആൽഫിച്ചനെ കാണാതെ ഒരുപാട് നാളൊന്നും ആൻറ്റി അവിടെ നിൽക്കില്ല. അല്ലി അവൻ്റെ നനകൂർന്ന കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. എല്ലാ അപ്പനമ്മമാർക്കും മക്കൾക്കൊപ്പം നിൽക്കാൻ ആഗ്രഹമുണ്ടാവും. അതുപോലെ മക്കൾക്കും ഉണ്ടാവും. എന്നിട്ട് എന്താ ഇമ എൻ്റെ പപ്പയ്ക്ക് എന്നെ കൂടെ നിർത്താൻ ആഗ്രഹമില്ലാതെ പോയത്? കൂടെ നിർത്തണ്ട, ഒന്ന് ചേർത്ത് പിടിച്ച് ഒരു ഉമ്മ തരാൻ പോലും ആഗ്രഹമില്ലാതെ പോയത്? അതോ അമ്മയില്ലാത്ത കുഞ്ഞിനെ അപ്പനും വേണ്ടാതെ ആവുമോ ഇമ? എല്ലായിടത്തും എല്ലാവരും അങ്ങനെയാണോ? തൊണ്ടയിൽ തടഞ്ഞ സങ്കടത്തിൻ്റെ കയ്പുനീര് പൊടിച്ചിറക്കിക്കൊണ്ട് അവൻ അല്ലിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അമ്മയുടെ സ്നേഹം കൊതിക്കുന്ന, അച്ഛൻ്റെ കരുതൽ മോഹിക്കുന്ന ഒരു കുഞ്ഞു ചെക്കൻ ഇപ്പോഴും അവൻ്റെ ഉള്ളിലുണ്ടെന്ന് അല്ലിക്ക് ആ നിമിഷം വ്യക്തമായി മനസ്സിലാവുകയായിരുന്നു. അമ്മയുണ്ടെങ്കിലും അച്ഛന് വേണ്ടാത്ത കുഞ്ഞുങ്ങളും ഈ ലോകത്തുണ്ട് ആൽഫിച്ച, എൻ്റെ കുഞ്ഞിനെ പോലെ. നിറമിഴികൾ അവനിൽ നിന്ന് ഒളിപ്പിച്ച് ചുണ്ടിലൊരു ചിരി ഒട്ടിച്ചുകൊണ്ട് അല്ലി പറഞ്ഞു, അവനെ സമാധാനിപ്പിക്കാൻ എന്നവണ്ണം. ഇമ. ആൽഫി ദേഷ്യത്തിൽ വിളിച്ചു. ഞാൻ പറഞ്ഞത് സത്യമാണ് ആൽഫിച്ച. ഈ കുഞ്ഞിനെ കൊല്ലുകയോ വളർത്തുകയോ അതൊക്കെ നിന്റെ ഇഷ്ടമെന്നാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞത്. മുഖം അമർത്തി തുടച്ചുകൊണ്ട് അല്ലി പറഞ്ഞു. ഇമ. എന്നെ നോക്ക്. ആൽഫി അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ മുഖം മെല്ലെ ഉയർത്തി അവനെ നോക്കി. ആരാ പറഞ്ഞ് അച്ഛന് വേണ്ടാത്ത കുഞ്ഞാണ് ഈ പൊന്നെന്ന്?
ഈ ആൽഫി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും കാത്തിരിക്കുന്നതും ഈ ജീവനെ കാണാൻ വേണ്ടിയാണ്. നമുക്ക് ജീവിക്കണ്ടേ ഇമ്മ? നമ്മുടെ കുഞ്ഞിനൊപ്പം സന്തോഷമായിട്ട് ജീവിക്കണ്ടേ? അവൻ്റെ സങ്കടങ്ങളെല്ലാം മറന്ന് കൊതിയോടെ അല്ലിയുടെ വയറിൽ മൃദുവായി തലോടിക്കൊണ്ട് ആൽഫി തിരക്കി. വയറിനുള്ളിലെ ശക്തമായ തിരയിളക്കം അറിഞ്ഞതുപോലെ അവൻ്റെ കൈപ്പത്തി അവളുടെ ബനിയൻ്റെ പുറത്തൂടെ ആ വയറിൽ പരതി നടക്കെ അല്ലിമ കണ്ണിമ ചിമ്മാതെ അവനെ നോക്കിയിരുന്നു പോയി. എന്താ നീ ഇങ്ങനെ നോക്കുന്നേ? എൻ്റെ കുഞ്ഞുമണിക്ക് മനസ്സിലായി അപ്പായിയാണെന്ന്. അതാണ് ഈ ബഹളം. അതിന് എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് എന്തേലും പ്രശ്നമുണ്ടോ? ആൽഫിയുടെ പ്രവൃത്തിയിൽ തറഞ്ഞിരുന്നു പോയവളോട് അവനൊരു കുസൃതി ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി. ഇല്ലെന്ന് തലകുലുക്കി പറയുന്ന ആ പെണ്ണിനെ ആൽഫി ഹൃദയം നിറഞ്ഞു തുളുമ്പുന്ന പ്രണയത്തോടെ നോക്കി. ഇമ, ആൽഫി ആർദ്രമായി വിളിച്ചു. അവളതിലും നേർമേൽ മൂളി. നമ്മുടെ കുഞ്ഞുമണിക്കൊപ്പം സന്തോഷത്തോടെ സമാധാനത്തോടെ നമുക്കും ജീവിക്കണ്ടേ? അവളുടെ കൈപിടിച്ചെടുത്ത് ആ കൈവെള്ളയിൽ അമർത്തി മുത്തി അവൻ ചോദിക്കെ അല്ലി പകപ്പോടെ അവനെ നോക്കി. ഇച്ചയെ പേടിയാണോ ഇമയ്ക്ക്? പകച്ചു നോക്കിയിരിക്കുന്നവളോട് ആൽഫി തിരക്കി. ഇല്ല, അല്ലി വേഗം തന്നെ പറഞ്ഞു. എന്നാലിനി എൻ്റെ കൊച്ചു കിടന്നു. നേരം ഒരുപാടായി. അവളുടെ ഇരിപ്പ് കാണി ആൽഫി അലിവോടെ പറഞ്ഞു. അല്ലി ഒന്ന് മൂളിക്കൊണ്ട് വയറിലൊന്ന് താങ്ങിപ്പിടിച്ച് ബെഡിലേക്ക് ചാഞ്ഞു കിടന്നു. അവൾക്കരികിൽ ചേർന്ന് കിടന്ന് അവളെ ചുറ്റിപ്പിടിച്ച് അവനും. നീ ആ മോളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം മുഴുവനില്ലേ ഇതിൽ? നിത്യയുടെ മുഖത്ത് പോലും നോക്കാതെ ദീപ് ചോദിച്ചു. ഉണ്ട്, മുഴുവനും ഉണ്ട്, പേടിയോടെ നിത്യ പറഞ്ഞു. എന്നാൽ ഇറങ്ങാൻ നോക്ക്. അവരോട് വരാൻ പറഞ്ഞ നേരമായി. നിത്യയുടെ കയ്യിൽ നിന്ന് ആ പണം അടങ്ങിയ പൊതി വാങ്ങി പാൻസിൻ്റെ പോക്കറ്റിലേക്ക് വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി ദീപു. അമ്മ, ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാണ്. ഉടനെ വരും. കുഞ്ഞുറങ്ങുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണേ. മുറ്റത്ത് നിന്ന് ബിന്ദുവിനോട് പറഞ്ഞിട്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അവനൊന്നും മിണ്ടാതെ നിത്യ വന്നു കയറിയതും ആ ബൈക്ക് പാഞ്ഞു പോയത് കാണി നെഞ്ചിൽ കൈവച്ചു പോയി ബിന്ദു. ഇറങ്ങ്, ഞാൻ വണ്ടി കൊണ്ടുപോയി പാർക്കിങ്ങിൽ വെച്ചിട്ട് വരാം. പാർക്കിന് മുന്നിൽ നിത്യയെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് ദീപു പറഞ്ഞു. നിത്യ ഒന്ന് മൂളിക്കൊണ്ട് അവിടെ ഒരു സൈഡിലേക്ക് മാറി നിന്നു. വാ, അവർ പാർക്കിന് അകത്തുണ്ട്, അങ്ങോട്ട് പോകാം. ഒതുങ്ങി മാറി നിൽക്കുന്ന നിത്യം വിളിച്ചുകൊണ്ട് പാർക്കിനുള്ളിലേക്ക് നടന്നു ദീപു.